ജോസ് വലിയൊരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു, ഒരു ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? 15 ഞങ്ങൾക്കിപ്പോൾ തരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു 6500 രൂപ നിങ്ങൾക്ക് തരാം. പക്ഷെ ഒരു അവിടെയും കുറഞ്ഞു. അതെ, ഇവിടെ -25 നിൽക്കുമ്പോൾ ഇവിടെ 6500 രൂപ. അതെ. ഇപ്പൊ 40 എന്നുള്ള സംഭവത്തിൽ നമ്മൾ തുടങ്ങി ഒരു 5 മാസമായി നിൽക്കുന്ന സമയത്ത് അത് 6500 വന്ന് നിൽക്കുകയാണ്. ഒരു വെഡിങ് പ്ലാനറുടെ ആവശ്യം ഇന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ നിന്നാണ് ജോസ് ഈ പാൻഡമിക് ഒക്കെ വരുന്നത്. ഇവന്റ്സുകളൊക്കെ തകർന്നു പോയൊരു വർഷമാണ്. ആ ഒരു സമയത്ത് ഞങ്ങള് സർവൈവ് ചെയ്യാം, മാക്സിമം സേവിങ്സ് വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തു. നമ്മുടെ സേവിങ്സിലെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. ഒരു പോപ്പർ പൊട്ടിയില്ലെങ്കിൽ അത് പൊട്ടിയില്ല, എന്തെങ്കിലും കത്തിയില്ലെങ്കിൽ 5 മിനിറ്റ് അവിടെ ആൾക്കാർ നോക്കി നിൽക്കുകയാണ്, ചിരിക്കുകയാണ്. ആ ഒരു ലാഗ് വന്നു. അപ്പൊ ആ ഒരു ലാഗ് വരാണ്ടും ഒരു ഗ്ലിച്ചസ് വരാണ്ടും അത് സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ യു റിക്വയർ an event manager. ഞങ്ങൾ അവിടെ നിന്ന് ആസ് എ ഫാമിലി മെമ്പർ വി കണ്ടക്ട് ദ ഇവന്റ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അതുകൊണ്ട് ഇന്ന് കളർഫുൾ ആണ്, ആൾക്കാർ വരുന്ന എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഒരു വെഡിങ് പ്ലാനറും ഒരു ക്ലയന്റും നമ്മളൊരു വെഡിങ് ശരിക്കും പറഞ്ഞാൽ വെഡിങ്ങിന് മുമ്പ് നടക്കുന്നുണ്ട്. അത് ഏതൊരു ഇവന്റ് ആണെങ്കിലും. കാരണം നമ്മുടെ വേവ് ലെങ്സ് മാച്ച് ചെയ്യണം. അപ്പം ഞങ്ങൾക്കും അവർ കംഫർട്ടബിൾ ആണ്, അവർക്ക് ഞങ്ങളെയും കംഫർട്ടബിൾ ആണ്. ഇത് ചാലഞ്ചസ് അവസാന നിമിഷം വന്നാലും how do you sort it out and how do you smile when you have such a tension? എന്തൊക്കെ നമ്മൾ ചെയ്താലും അവസാനം മുകളിലിരിക്കുന്ന ഒരാളുടെ ഒരു ചെറിയ അനുഗ്രഹവും കൂടി ഒരു കയ്യൊപ്പും കൂടി അവിടെ ഉണ്ടാവണം. അതാണ് നിങ്ങൾ. God's grace. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇവന്റ്സുകൾ, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റുകൾ. പഴയ പോലെയല്ല, പണ്ടൊക്കെ ഒരു സദ്യ കൊണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിരുന്ന കാലമല്ല. ഇവന്റുകൾ ഇന്ന് വളരെ കളർഫുള്ളാണ്, ഡാൻസാണ്, പാട്ടാണ്. എന്ത് ഭംഗിയാണല്ലേ! ഒരു സിനിമ കാണാൻ പോകുന്ന പോലെയാണെന്ന് നമ്മൾ ഓരോ ഇവന്റുകൾ കാണാൻ പോകുന്നത്, പ്രത്യേകിച്ച് കല്യാണങ്ങളൊക്കെ. ആ മേഖലയിലേക്ക് ഇറങ്ങിയ ദമ്പതികൾ അവർ അതിൽ വിജയം കണ്ടു എന്ന് മാത്രമല്ല വലിയൊരു ബ്രാൻഡായി തീരുകയും ചെയ്തു. എൻ്റെ സുഹൃത്തുക്കൾ കൂടിയായ 2 പേരാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് ജോസും ആനുമാണ്. 2 പേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. നിങ്ങളോട് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടാണ്. കാരണം എൻ്റെ ഈഗിൾ ഓൺട്രപ്രണർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാമിൻ്റെ വലിയൊരു ഭാഗമാണ് ബിസ്കോൺ അഥവാ ഈഗിൾ ബിസ് കോൺക്ലേവ്. ഈ ബിസിനസ് കോൺക്ലേവ് കഴിഞ്ഞ 3 വർഷവും സുരക്ഷിതമായി നിങ്ങളുടെ കയ്യിലാണ് ഞാൻ ഏൽപ്പിച്ചത്. അത് സുരക്ഷിതമാണ്, വരും കാലങ്ങളിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ ഈഗിൾസുമാണ്. ഞാൻ ജോസിനോട് ആദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ജോസിന്റെ നാടെവിടെയാണ്? തൃശ്ശൂരാണ്. വളരെയധികം തൃശ്ശൂർക്കാർ സംരംഭകരായി വിജയിച്ച നാടാണ്. അത് തൃശ്ശൂർക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടി കിട്ടും. ജോസിന്റെ പഠനമൊക്കെ? ഞാൻ ഡിഗ്രി ചെയ്തത് ബാംഗ്ലൂരാണ്, BBM ക്രിസ്തു ജയന്തി കോളേജിൽ. അതിനുശേഷം MBA ഫ്രം DCS മാറ്റ്, മാർക്കറ്റിങ്ങിലും ഇന്റർനാഷണൽ ബിസിനസ്സിലുമാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂരാണെങ്കിലും എൻ്റെ ഫാദർ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നാൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് സെറ്റിൽ ആയിരിക്കുന്നത് എറണാകുളത്താണ്. ആൻഡ് ഞാൻ പഠിച്ചത് ബികോം ചെയ്തത് മഹാരാജാസ് കോളേജാണ് എറണാകുളം. ആൻഡ് ഐ ഡിഡ് മൈ മാസ്റ്റേഴ്സ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഫ്രം കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ. ജോസിലേക്ക് തിരിച്ചു വരാം. ജോസ് പാരന്റ്സ് ആരെങ്കിലും ബിസിനസ്സിലുണ്ടോ? എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ തൊട്ട് നമുക്ക് ടൈൽസിൻ്റെ ഫാക്ടറി ബിസിനസ് ആയിരുന്നു. എൻ്റെ ഫാദറിൻ്റെ കാലഘട്ടം വരെ ഓൾമോസ്റ്റ് നമ്മൾ ആ ബിസിനസ്സിലായിരുന്നു. ഇപ്പോൾ പുള്ളി റിട്ടയർഡ് ലൈഫാണ്. അപ്പോൾ ബിസിനസ് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഞാൻ. പഠനം കഴിഞ്ഞ് എന്താ ചെയ്തത്? ഞാൻ MBA കഴിഞ്ഞ് എനിക്ക് AK ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി, അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി. അതിനുശേഷം എക്സ്ട്രാക്ട്സ് ഉണ്ടാക്കുന്നത് അവർ എൻ്റെ ക്ലയന്റും കൂടിയാണ് AK ഫ്ലേവേഴ്സ്. ഈ അടുത്തവർക്ക് ഒരു ട്രെയിനിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായിട്ടാണ് ജോയിൻ ചെയ്തത്? ഞാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ജോയിൻ ചെയ്തത് AKയിൽ. അതിനുശേഷം പിന്നെ JP എസെൻഷ്യൽസ് എന്നൊരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫേമിലെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ഒരു 1.5 ഇയേഴ്സിന് ശേഷം ജോയിൻ ചെയ്തു. അതാണ് കരിയറിലുള്ള. ആൻഡ് പഠനശേഷം ഞാൻ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റിന് വോഡഫോൺ വന്നിരുന്നു. അന്ന് വോഡഫോൺ ഹച്ച് ആയിരുന്നു. അവിടുന്ന് ഞാൻ ക്ലയന്റ് സർവീസിന് കയറി. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഇയേഴ്സ് ഞാൻ വോഡഫോണിൽ വർക്ക് ചെയ്തു. അതിനുശേഷം MD ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്.
അവിടെ കയറി. അവിടെ ക്ലയൻറ്റ് സർവീസിൽ തന്നെയാണ് കയറിയത്. പക്ഷേ പിന്നീട് എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഐ വാസ് ദ കേരള ഹെഡ് ഓഫ് ദ. വെരി ഗുഡ്. ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ആളാണ് അല്ലേ? അപ്പൊ അവിടെയാണ് നിങ്ങൾ തമ്മിൽ എവിടെയാണ് കണ്ടുമുട്ടിയത് ജോസ്? അതിലെന്തോ ഒരു കള്ളച്ചിരിയുണ്ടല്ലോ. അല്ല, ഞങ്ങള് കണ്ടുമുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഒരു 1 year ഞാൻ അയാട്ട് കോഴ്സ് ചെയ്തിരുന്നു. അപ്പം വേറെ ഒന്നല്ല, എനിക്കൊരു പനി വന്നിട്ട് എനിക്ക് 2 exams എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു വർഷം കഴിഞ്ഞ് എഴുതാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അയാട്ടയുടെ കോഴ്സ് ഞാൻ ചെയ്യുകയും ചെയ്തു. അത് അതിൽ ജയിക്കുകയും ചെയ്തു. അപ്പം ആ സമയത്ത് ഒരു സ്പിരിച്വൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റിട്രീറ്റിൽ ഞാൻ പങ്കെടുക്കുകയും പിന്നീട് എല്ലാ മാസവും നടക്കുന്ന പ്രോഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ MBAക്ക് പോകുന്നത്. MBAയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് കിട്ടിയപ്പോൾ ഇതുപോലെ വീണ്ടും ആ സ്ഥലത്ത് വന്നപ്പോൾ അന്ന് ആൻ അവിടെ ആക്റ്റീവായിട്ട് ഇതിൽ എന്താ പറയുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ കണ്ടു, സംസാരിച്ചു. പിന്നീട് എന്താ പറയുക നമുക്ക് ഒരുമിച്ച് പോകാവുന്നൊരു തോന്നിയപ്പോൾ വീട്ടിലത് അറിയിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ. നിങ്ങളുടെ ഒരു പ്രണയം എന്ന് പറയാൻ ആവുമോ? എന്നാൽ കം അറേഞ്ച്ഡ് മാരേജ് ആണ്. രണ്ടുപേരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് മാരേജ് കഴിഞ്ഞത്. ഇൻട്രസ്റ്റിംഗ്. സോ ആനിലേക്ക് തിരിച്ചു വരാം. താങ്കൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് ചെയ്തത്? ആക്ച്വലി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആണ് കല്യാണം കഴിഞ്ഞത്. ആ സമയത്ത് ഐ യൂസ് ടു ട്രാവൽ എവറി ഡേ ഫ്രം തൃശ്ശൂർ ടു കൊച്ചിൻ. എല്ലാ ദിവസവും അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് സാറ്റർഡേ പോലും വർക്കിംഗ് ആയിരുന്നു. ആകെ കൂടി കിട്ടുന്നത് സൺഡേ ആയിരുന്നു. ആ സമയത്താണ് കല്യാണം കഴിഞ്ഞ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ വി ഡിഡ് നോട്ട് എന്താ പറയുക ഒരു ഫാമിലി പ്ലാനിങ് മാറ്റി വെച്ചില്ല. ഐ കൺസീവ്ഡ് എ ബേബി ഐ തിങ്ക് വിതിൻ 3 to 4 months ഓഫ് അവർ മാരേജ്. അപ്പോൾ അപ്പോഴും ഞാൻ ജോബ് വിട്ടില്ല. ഐ യൂസ് ടു ട്രാവൽ. അപ്പോൾ എനിക്ക് ആ സമയത്ത് കുറച്ച് ഈ പറഞ്ഞ മോർണിംഗ് സിക്നസ്സും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ട് വി ഡിസൈഡഡ് വാസ്, എൻ്റെ വീട് തൃപ്പൂണിത്തുറയിലാണ്. അപ്പോൾ ഇനി കുറച്ച് നാൾ തൃപ്പൂണിത്തുറ താമസിച്ചുകൊണ്ട് തന്നെ ജോലിക്ക് പോകാമെന്നുള്ള രീതിയിൽ പോയി. പക്ഷെ അപ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും ഛർദിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ആക്ച്വലി ഞങ്ങൾ റീഡ് ചെയ്യാൻ തുടങ്ങി ഇതിനെക്കുറിച്ച്, ലൈക്ക് ബേബീനെ കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ ഏതൊരു ബുക്കിൽ വായിച്ചു, ദറ്റ് ഈസ് അമ്മ കൺസീവ് ചെയ്യുമ്പോൾ തൊട്ട് അമ്മേനെ എന്തൊക്കെ എഫക്റ്റ് ചെയ്യണോ അതൊക്കെ ബേബീനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീങ് കേരള ഹെഡ് ആ ഒരു കമ്പനിയിൽ ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ ക്ലയൻറ്റ്സ്, ഫോർ വെൻഡേഴ്സ്, ഫോർ എവ്രി വൺ. സോ ആ ഒരു സ്ട്രെസ്സ് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ ഫിയർഡ് ദറ്റ് ഇറ്റ് മൈറ്റ് എഫക്റ്റ് ദ ബേബി. സോ അതുകൊണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ആൻഡ് മ്യൂച്വലി വി ടുക്ക് എ ഡിസിഷൻ ദറ്റ് ഐ റിസൈൻ ഫോർ ദ വെൽബീങ് ഓഫ് ദ ബേബി. ഓ, അപ്പോൾ അവിടെ ചോദിച്ചോട്ടെ, ജോസ് വലിയൊരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു, ഒരു ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു അത്? അല്ല, ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അന്ന് ആനിന് അറൗണ്ട് 25,000 സാലറി ഉണ്ട്. എൻ്റെ സാലറി വാസ് 15,000. അപ്പോൾ ടുഗെദർ ഇറ്റ് വാസ് അറൗണ്ട് 40K. അപ്പോൾ നമുക്ക് അന്നൊരു 12 years ഒക്കെ ബിഫോർ നമുക്കറിയാം, നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു, റെൻ്റൊന്നും ഇല്ല. 40,000 രൂപ കൊണ്ടൊക്കെ നമുക്ക് ജീവിച്ചു പോവാം. അല്ല, അടിച്ചു പൊളിച്ചല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു പോവാം. നമുക്ക് ബാക്കി കമ്പനി ഫെസിലിറ്റീസ് ഒക്കെ, ഫോൺ, ഇന്റർനെറ്റ് ഒക്കെ അവര്, അപ്പം കുഴപ്പമില്ലാതെ പോവാം എന്നുള്ളൊരു കണക്കൂട്ടലാണ്. അതെ അതെ, അത് പെട്ടെന്ന് വന്നു. അപ്പൊ ഈ 15 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും പോയാലാണ് ഈ 15 കിട്ടുക. അതിനിടയിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ലീവ് എടുക്കുകയാണെങ്കിൽ അത് കുറഞ്ഞ ചിലപ്പോൾ 13 ആവുകയും ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ പിന്നെ ആളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ കൊച്ചിനും കൂടിയാണ്. ഫൈനലി നമ്മൾ വിഷമിപ്പിച്ചുകൊണ്ട് ഒരാളുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക ട്വിസ്റ്റ് തീർന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു കമ്പനിയിൽ നിന്ന്, നമ്മൾ വിചാരിച്ച പോലെ ബിസിനസ് ഇപ്പോൾ നടക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് 15 ഞങ്ങൾക്കിപ്പോൾ തരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരു 6,500 രൂപ നിങ്ങൾക്ക് തരാം. പക്ഷെ ഒരു അവിടെയും കുറഞ്ഞു. അതെ, അതെ. ഇപ്പൊ 40 എന്നുള്ള സംഭവത്തിൽ നമ്മൾ തുടങ്ങി ഒരു 5 മാസമായി നിൽക്കുന്ന സമയത്ത് അത് 6,500 വന്ന് നിൽക്കുകയാണ്. പക്ഷെ അതിന്റെ ഒപ്പം ഒരു ഓഫർ വെച്ചു, ഇനി മുതൽ നടക്കുന്ന സെയിലിന്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഇൻസെന്റീവ് തരാം. അപ്പോൾ പക്ഷെ ആ ഓഫർ ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതുവരെ സെയിൽ നടന്നിട്ടുള്ളത് വളരെ കുറവാണ്. കാരണം വളരെ പുതിയൊരു മാക്സിമം എത്ര ചെയ്തിട്ടുണ്ടാവും? അന്നൊരു 200 സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും ഒരു മാസം. കാരണം അത് വളരെ പുതിയ പ്രോഡക്റ്റ്. എത്ര രൂപ തരും? 10 രൂപയാണ് തരാം. 2,000. അതായത് എങ്ങനെയൊക്കെ കറഞ്ഞു പിടിച്ചാലും 2,000 എക്സ്ട്രാ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ 8,500 രൂപ ആവുന്നുള്ളൂ. അതെ, ആവുന്നുള്ളൂ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് കുറച്ച് പതറി, ചെറുതായിട്ടൊന്ന് പതറി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ മാത്രം ടെൻഷൻ അടിച്ചിട്ട് ഇനി എന്താ. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, നിന്റെ
ഹിതം എന്താണെന്ന് അറിയണം. ഞാൻ ഉറങ്ങാൻ പോവാണ്, ഇനി ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റത് ഐ ഗോട്ട് എ കോൾ ഫ്രം ബെഹറിൻ. നമ്മളൊരു കൊട്ടേഷൻ കൊടുത്തിരുന്നു ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിലൊരു 1300 സ്ക്വയർ ഫീറ്റിൻ്റെ. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഞങ്ങളത് ഓക്കെയാണ്, ഏത് അക്കൗണ്ടിലേക്കാണ്, 50% അഡ്വാൻസ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇരുന്ന് മാത്ത് ചെയ്തു. 1300 ഇൻറ്റു 10 13,000 പ്ലസ് 6,500 വിച്ച് വാസ് മോർ ദാൻ മൈ സാലറി. അതിനൊപ്പം എനിക്ക് കമ്പനിയിൽ പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട, എനിക്ക് എൻ്റെ സൗകര്യത്തിന് ചെയ്താൽ മതി. കാരണം അവർ പറഞ്ഞിട്ടത് 6,500 ഞങ്ങൾ തരും, ഫോൺ ഇൻ്റർനെറ്റെല്ലാം തരും, പിന്നെ ഇൻസെൻറ്റീവ് ആണ്, നിങ്ങൾ ചെയ്താൽ 10 രൂപ വെച്ച് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. വീട്ടിലിരുന്ന് പണി, കുറച്ച് ഫ്രീ ടൈമുമായി. അതെ, നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ കുറച്ചും കൂടി നമ്മുടെ ഫ്രീ ടൈം കൂടി. നമ്മൾ 9 to 5 ജോബ് എന്നുള്ള ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ആൻ ആ സമയത്ത് സ്വന്തം ബേബിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജോലി കളഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. അവിടെ നിന്നൊക്കെയാണ് ഒരു സ്പാർക്ക് ഉണ്ടാവുന്ന ഒരു സാധ്യതകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ? ഒരു ബിസിനസ് സാധ്യത എവിടെ നിന്നാണ് ഈ സ്പാർക്ക് ഉണ്ടാവുന്നത്? ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളൊരു മൂവി കണ്ടു, ബോളിവുഡ് മൂവി ബാൻ ബാജ ബാരാത്ത്. അതൊരു വിവാഹത്തെ കുറിച്ചായിരുന്നു, ഒരു ഇവന്റ് മാനേജറെ കുറിച്ചായിരുന്നു. ആരായിരുന്നു അതില് ഹീറോ? അനുഷ്ക ശർമ്മ ആൻഡ് രൺവീർ സിംഗ്. അവര് സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു. യെസ് സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഞങ്ങളത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു, ഓ ഇങ്ങനത്തെ ഒരു ബിസിനസ്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹിച്ചു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ABCD അറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പം ഞങ്ങൾ ആ ആഗ്രഹം അവിടെ വെച്ചു. ലൈക്ക് ഇതൊന്നും നടക്കുന്ന കാര്യമാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ, അപ്പം ഞങ്ങൾ അങ്ങനെ വെച്ചു. പക്ഷേ ബേബി ഉണ്ടായി ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം യാദൃച്ഛികമായിട്ട് ഒരു കസിൻ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാണ്, ദറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരിഡ്, വൈ ഡോണ്ട് യു പ്ലാൻ മൈ വെഡിങ് ഫോർ മീ. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു എന്താ പറയുക, ഒരു സിനിമയുടെ ഒരു ഇത് ബാക്ക് ഓഫ് ദ മൈൻഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒന്നും ചിന്തിച്ചില്ല, വി ജസ്റ്റ് സ്ക്രാപ്പ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ദെൻ ഫ്രം ദാറ്റ് നമ്മൾ വി സാറ്റ് ആൻഡ് റിസേർച്ച്ഡ്. ഞങ്ങൾ കുത്തിയിരുന്ന് റിസേർച്ച് ചെയ്തു, ഇൻഡസ്ട്രിയിലുള്ള ഇവൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ലീഡേഴ്സിനെ പോയി മീറ്റ് ചെയ്തു, വെൻഡേഴ്സിനെ മീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കുറേ റിസേർച്ച് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് ആ ഫസ്റ്റ് ഇവൻറ്റ് വാസ് അറ്റ് താജ് ഗേറ്റ്വേ. യെസ്, നന്നായി പോയോ? യെസ്, നന്നായി പോവുകയും ചെയ്തു. നല്ല ഫീഡ്ബാക്കും കിട്ടി. ഞങ്ങൾ കസിൻസ് എല്ലാവരും അത് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ നിന്നും നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയോ? യെസ്, നമുക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു ദറ്റ് യുനോ ഫ്രീ ആയിട്ട് വേണ്ട, ഒരു നോമിനൽ എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ ജോസ് എപ്പോഴും ഈ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകാൻ തീരുമാനിച്ച ആളാണ് അല്ലേ? അപ്പോൾ ഒരു വർക്ക് കിട്ടിയപ്പോൾ അതൊരു ബിസിനസ് സാധ്യതയായോ ജോസെ? ബിസിനസ് സാധ്യത തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ മെയിനായിട്ട് അത് ചിന്തിക്കാനുള്ള കാരണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും 6:30 വരെ കലൂർ വർക്ക് ചെയ്ത് തിരിച്ചുവിടെത്തുമ്പോൾ ഒരു 9 മണിയാവും. പിന്നെ കുളിച്ച് ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാനുള്ള നേരമുള്ളൂ. സാറ്റർഡേ അടക്കം വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മൾ കണ്ടത് കുറച്ച് ഞങ്ങൾക്കത് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു, ഒപ്പം ഞങ്ങൾക്ക് ഒരുമിച്ചാവാം എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജും കൂടിയും അതിൽ കണ്ടിരുന്നു. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞാനത് സാറിനോട് പറയാനിരിക്കുകയായിരുന്നു, ഏത് ബിസിനസ് തുടങ്ങുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ആ കമ്പനിയുടെ പേര് ഗോഡ്സ് ഗ്രേസ് എന്നായിരിക്കണം നിർബന്ധമായിരുന്നു. കാരണം ദൈവാനുഗ്രഹം എല്ലാ കാര്യത്തിലും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ പ്രത്യേകിച്ചും, കാരണം ഒരുപാട് കാര്യങ്ങൾ വന്ന് അത് മെർജ് ചെയ്ത് ഒന്നായി തീർന്നാലാണ് അത് ഏറ്റവും വിചാരിച്ച പോലെ ഏറ്റവും ഭംഗിയായിട്ടും. അങ്ങനെയാണ് പേരിടുന്നത്. അതെ. എന്താണ് സ്ഥാപനത്തിന് പേരിട്ടത്? ഗോഡ്സ് ഗ്രേസ്. ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ആദ്യത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതോടെ നെക്സ്റ്റ് വർക്ക് കിട്ടിയോ? ആദ്യത്തെ വർക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഫ്രണ്ട് വഴി മനോരമയുടെ ഒരു ഇവൻറ്റിന് വേണ്ടി വന്നു. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയാണ് ഗോഡ്സ് ഗ്രേസിൻ്റെ ബാനറിലല്ല, എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു കമ്പനി പോലെ ചെയ്തു തുടങ്ങി, ഫസ്റ്റ് വർക്കാണ്. അപ്പോൾ നമ്മൾ ശരി, നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ മനോരമയ്ക്ക് വേണ്ടി ആ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്ത് വേറൊരു കമ്പനിയുടെ പേരിൽ. പക്ഷെ അത് വളരെ നന്നായിട്ട് പോയി. ദാറ്റ് വാസ് ഒരു സെലിബ്രിറ്റി ഇവൻ്റ് ആയിരുന്നു. ഒരു 2 ദിവസം അവരുടെ നടന്ന പ്രോഗ്രാമാണ്. അവരെല്ലാം നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് മനോരമ പിന്നീടുള്ള കൊല്ലങ്ങളിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഗോഡ്സ് ഗ്രേസിന് ഒരു ബാനറിൽ പോകാൻ വിചാരിച്ചു അതൊരു പാരലലി പോകണ്ട എന്ന് കരുതി ഞങ്ങൾ പിന്നെ അവരെ പിന്നെ പിച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ പ്രോജക്റ്റ് കിട്ടി. പിന്നീട് എങ്ങനെ പോയത്? കല്യാണത്തിൽ ഒതുങ്ങിയോ അതോ വേറെ? ഇല്ല, അതിനുശേഷം നമ്മൾ മെൻഷൻ ചെയ്തത് ഒരു കോർപ്പറേറ്റ് ഇവൻറ്റിലേക്ക് എൻട്രി വന്നത് മനോരമ വഴിയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് കോൺഫിഡൻസ് കൂടുതലും വന്നു.
പിന്നെ നമ്മൾ ഫ്രണ്ട്സ് വഴിയാണെങ്കിലും വേർഡ് ഓഫ് മൗത്ത്, കസിൻസ് വഴിയും റിലേറ്റീവ്സ് വഴിയും നമുക്ക് ലൈക്ക് ഫാമിലി ഫങ്ഷൻസ് ലൈക്ക് ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനത്തെ ഇവൻറ്റ്സ് വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇവൻറ്റ്സ് വന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക പതുക്കെ ആയിരുന്നു ഞങ്ങളുടെ ഗ്രോത്ത്. ബിക്കോസ് ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആസ് സച്ച് ഇവൻറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്ത് പഠിച്ച് ആ ഒരു രീതിയിൽ എന്നിട്ട് പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മൾ നടത്തിയ എല്ലാ ഇവൻറ്റ്സും നല്ല സ്മൂത്തായിട്ട് തന്നെ നടന്നു. ആൻഡ് കസ്റ്റമർ ഫീഡ്ബാക്ക് വാസ് ഓൾസോ പോസിറ്റീവ്. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ലൈക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ ചെയ്ത് റെഗുലറായി വന്നു തുടങ്ങിയപ്പോഴാണ് പിന്നീട് ജോസ് ഒരു പാർട്ട് ടൈം പോലെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അത് ഫുൾ ടൈം പോലെ ജോസ് രാജിവെക്കുകയാണ്. രാജിവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ അത്യാവശ്യം നമ്മുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നൊരു സമയമായിരുന്നു. അപ്പോൾ കമ്പനി അഗൈൻ പറഞ്ഞു ഞങ്ങൾക്ക് 6,500 തരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അത് കുഴപ്പമില്ല, കാരണം ആ സമയമാകുമ്പോഴേക്കും ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കഴിഞ്ഞു പോകാവുന്ന റവന്യൂയിലേക്ക് എത്തിയിരുന്നു. ഇന്നും അദ്ദേഹമായിട്ട് വളരെ നല്ല ബന്ധമാണ്, ഒരു ബ്രദറിനെ പോലെയാണ്. ഞാൻ അന്ന് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്ന നമ്പർ തന്നെയാണ് ഇന്നും യൂസ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ ആ നമ്പർ നീ എടുത്തോ, നീ ബിസിനസ്സിന് കുറെ ഉപയോഗിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം കൊണ്ടുവന്ന ഒരു വലിയൊരു സപ്പോർട്ട് മെക്കാനിസം ആയിരുന്നു ആ കമ്പനിയിലെ ജോലിയിൽ. അദ്ദേഹമായിട്ടുള്ള ആ ബന്ധമെല്ലാം ഇപ്പോഴും വളരെ നന്നായിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് 3 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ടാണ് ആ സമയത്ത് ഇതിലേക്ക് ഇറങ്ങുന്നത് അല്ലേ? ആ സമയത്ത് അന്ന് പോയിരുന്നത് പോലും കുഞ്ഞുമായിട്ടാണ്. യെസ്, ബിക്കോസ് ആദ്യത്തെ 6 months കുഞ്ഞിന് വേറെ ഒന്നും സപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും അവളെ കൊണ്ടാണ് പോവുക. അപ്പോൾ അത് ക്ലയൻസിനും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് വൈഫ് ഒരു കുഞ്ഞുമായിട്ടാണ് സപ്ലയറെ കാണാനും കസ്റ്റമറെ കാണാനൊക്കെ വരുന്നത്. അത് അവർക്കൊരു അത്ഭുതമായിരുന്നു. അതെ. അപ്പോൾ ഗോഡ്സ് ഗ്രേസ് ഇറ്റ് വെന്റ് ഓൺ വെൽ. അവിടെ നിന്നാണ് ജോസ് ഈ പാൻഡമിക് ഒക്കെ വരുന്നത്. ഇവന്റ്സുകളൊക്കെ തകർന്നു പോയൊരു വർഷമായിരുന്നു. തീർച്ചയായും. എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? പാൻഡമിക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷോക്കിംഗ്, അല്ലെങ്കിൽ എല്ലാവരെ സംബന്ധിച്ചും അതുപോലെ തന്നെയായിരുന്നു. നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അത് കുറച്ചും കൂടി അത് എഫക്റ്റ് ചെയ്ത ഒരു സമയമായിരുന്നു. കാരണം ചെറിയ ഇവൻറ്റ്സ് ഇപ്പോൾ 50 പേർക്കൊക്കെ ചെയ്യുമ്പോൾ അന്ന് ഭയങ്കര അണ്ടർ കട്ടിങ് എല്ലാവരും പറഞ്ഞിരുന്നു. നമ്മുടെയൊക്കെ ഇൻഡസ്ട്രിയിലെ ചില ആളുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വിഷമം തോന്നും. അവരൊക്കെ എന്താ പറയുക, തീരെ ചെറിയ ജോലികൾ, ലൈക്ക് ഇപ്പോൾ കോഴിക്കടയിൽ വരെ പോയി നിന്നിട്ടുള്ള ചില ഇവൻറ്റ് നടത്തിയിരുന്ന കമ്പനികളിലെ ആളുകളുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ പോകേണ്ടി വന്നില്ലെങ്കിൽ പോലും നമ്മളൊക്കെ അന്നൊക്കെ ഒരു ഫോൺ വന്നിരുന്നെങ്കിൽ ആഗ്രഹിക്കാറുണ്ട്, ഒരു എൻക്വയറി ചോദിച്ചിട്ട്. എന്നാൽ എൻക്വയറി നമുക്ക് നല്ല ഇവൻറ്റുകൾ വന്നു. ആ സമയത്തിന് തൊട്ട് മുമ്പ് ഒരു വലിയൊരു പ്രോജക്റ്റ് ഓൾമോസ്റ്റ് അഡ്വാൻസ് തരാൻ നിൽക്കുകയാണ്, വലിയൊരു ബ്രാൻഡിൻ്റെയാണ്. അത് ആ സമയത്താണ് ഇത് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, നമുക്കൊന്ന് 2 ആഴ്ചയ്ക്ക് നീട്ടാം. 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ നീണ്ടു അവർ പറഞ്ഞു നമുക്കൊന്ന് കോൾ ഓഫ് ചെയ്യാം. അവർ പിന്നെ വളരെ ചെറിയ രീതിയിൽ അത് നടത്തി. അപ്പോൾ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്നുള്ളവർ വന്നിട്ടും നമ്മളോട് ചെയ്യാൻ തയ്യാറായിട്ട് വരുമ്പോൾ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ്, 5 പേരെ പാടുള്ളൂ, 10 പേരെ പാടുള്ളൂ. അപ്പോൾ അവർക്ക് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താ പറയുക, ശരിക്കും നമ്മളൊന്ന് ടെൻഷൻ അടിച്ച് നമ്മളെ തന്നെ ഒന്ന് നെഗറ്റീവായി പോവാതിരിക്കാൻ നമ്മൾ കുറച്ച് വെബിനാർസോ സാറിൻ്റെയൊക്കെ സെഷൻസ് ആണെങ്കിലെല്ലാം യൂട്യൂബിൽ പലവരെ വീഡിയോസ്, കാരണം നമുക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ സെൽഫ് മോട്ടിവേഷൻ അത് തീർച്ചയായിട്ടും സാറിൻ്റെ സെഷൻസ് ആണെങ്കിലും മറ്റു പലരുടെയും നമ്മൾ ആ കാലങ്ങളിൽ അറ്റൻഡ് ചെയ്യും. അത് നമ്മളെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ ആ സമയത്ത് വന്ന മറ്റൊരു ബ്ലെസ്, നമ്മൾ ആ പോസിറ്റീവായി നിന്നതുകൊണ്ടായിരിക്കും ആ ഒരു സമയത്ത് ഞങ്ങൾ സർവൈവ് ചെയ്യാം. മാക്സിമം നമ്മുടെ സേവിങ്സിലെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. പാൻഡമിക് എൻഡ് ചെയ്യുന്ന ഉറപ്പാണ്, പക്ഷെ അത് എത്ര നാൾ എടുക്കും നമുക്കറിയില്ല. അതുകൊണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിന്നീട് നിങ്ങളുടെ ക്ലയൻസ് പിന്നീട് തിരിച്ചു വന്നു. അപ്പോഴേക്കും ആക്ച്വലി അതിനുശേഷം അവിടെ വേറൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. ദാറ്റ് ഈസ് ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം കൊമേഴ്ഷ്യൽ ബിൽഡേഴ്സാണ്. ഒരു 10-35 വർഷമായി അവരുടെ ഫാദറായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കൊമേഴ്ഷ്യൽ ബിൽഡേഴ്സാണ്. അത്യാവശ്യം വലിയ പ്രോജക്ട്സ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു 1 lakh+ സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ബിൽഡിംഗ്. അപ്പോൾ അത് അവിടെ പുള്ളി ഒരു ആശയം പറഞ്ഞു. ആ സമയത്താണ് ഈ കോവർക്കിംഗ് എന്നൊരു ആശയം കേരളത്തിൽ പതുക്കെ കോവർക്കിംഗ് സ്പേസസ് കൂടുതലായിട്ട് കേരളത്തിലേക്ക് വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആ സമയത്ത് പുള്ളി പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് പണ്ട് ഈ സ്വപ്നങ്ങൾ കാണുന്നത് പോലെ, നേരത്തെ ഈ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹിച്ച പോലെ ഞാൻ പണ്ട് വിചാരിക്കായിരുന്നു ഈ ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയൊക്കെ ഓഫീസുകൾ നമ്മൾ നെറ്റിൽ കാണുമ്പോൾ എന്ത് ബ്യൂട്ടിഫുള്ളാണ്, എത്ര നല്ലൊരു പോസിറ്റീവ് എൻവയറമെൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഓഫീസുകളാവുകയാണെങ്കിൽ ആ മോണോട്ടോണി മാറുകയാണെങ്കിൽ ആ വർക്ക് ചെയ്യുന്നവർ പ്രൊഡക്റ്റീവ് ആവില്ല.
അങ്ങനത്തെ ഒരെണ്ണം സെറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഈ സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇതാണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഐ മീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, കാരണം നമ്മളിവിടെ ജീവിക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നു. ഐ മീൻ എന്താ പറയുക, നമ്മുടെ ഇവൻറ്റ്സ് ഇല്ല, അപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തൽക്കാലം എൻ്റെ കയ്യിലില്ല. പുള്ളി പറഞ്ഞത് കുഴപ്പമില്ല, ഒരു ഷെയർ നമ്മൾ വർക്കൗട്ട് ചെയ്യും, വർക്കിംഗ് പാർട്ട്ണർ പോലെ നമുക്ക് നോക്കാം. അപ്പം ഞാനുണ്ട് എൻ്റെ ബ്രദറും ആ സമയത്ത് പുറത്തുനിന്ന് വന്നിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു യു ഓൾസോ കം വിത്ത് ദസ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പ്ലാനായിരുന്നു, ഒരു ചെയിൻ ഓഫ് ഇത് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ ആ സമയത്ത് ഒരു 10-30ഓളം കേരളത്തിൽ തന്നെ കോവർക്കിംഗ് സ്പേസസ് വിസിറ്റ് ചെയ്ത് ഓരോ സ്ഥലത്തെയും പ്ലസും മൈനസും പഠിച്ച് അങ്ങനെയാണ് നമ്മൾ തൃശ്ശൂരിൽ വൺ ഓഫ് ദ പ്രീമിയം കോവർക്കിംഗ് സ്പേസ് ചെയ്തത്. പക്ഷേ നമുക്കൊരു കോവർക്കിംഗ് എന്നുള്ള ഫുൾ കോൺസെപ്റ്റിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ തുടങ്ങി അപ്പോൾ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സൈഡ് മുഴുവൻ ബൈജൂസ് എടുത്തു. ഞങ്ങളത് ഇനോഗ്രേഷൻ തൊട്ട് മുമ്പ് വേറൊരു കമ്പനി എടുത്തു. ഇറ്റ് വാസ് ലൈക്ക് എ ഫേർണിഷ്ഡ് ഓഫീസ് എന്നുള്ള കോൺസെപ്റ്റിൽ മാർക്കറ്റ് ചെയ്യേണ്ടി വന്നില്ല, അതിന് മുമ്പ് അത് പോയി. പിന്നീട് അപ്പോഴേക്കും കോവിഡ് കഴിഞ്ഞത് ഓപ്പൺ ആയി. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അവർക്കും നോക്കിയപ്പോൾ ഇതിന്റെ ഹെഡ് ഏക്സിനേക്കാളും അവർ ചെയ്യുന്ന ബിഗ് പ്രോജക്ട്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കുഞ്ഞൊരു സാധനമാണ്, ഹെഡ് ഏക്സും കൂടുതലാണ്. അതിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യലി എന്തെങ്കിലും കൂടെ തന്നിരുന്നു. നമുക്ക് അവർക്ക് അത്യാവശ്യം അത് ബെനിഫിഷ്യൽ ആയതുകൊണ്ട് നമുക്ക് അതിനൊരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ. പാൻഡമിക് കഴിഞ്ഞ സമയത്ത് സർവൈവ് ചെയ്യാൻ ഒരു ചെറിയ ഭയങ്കര ഒരു ഹെൽപ്പ് ആയിരുന്നു. നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ ഒരു പ്രോജക്റ്റും ഉണ്ടായിരുന്നു ആ സമയത്ത്. എൻഗേജ്ഡ് ആയിരുന്നു. ബാക്ക് ടു ആക്ഷൻ അല്ലെ. പിന്നീട് നിങ്ങൾക്ക് ഇവന്റ്സുകൾ വന്നു തുടങ്ങി. ആൻഡ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എത്ര ഇവന്റ്സുകൾ ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ? ഏകദേശം ഒരു 500ഓളം ചെറുതും വലുതുമായിട്ട് എടുത്തു കഴിഞ്ഞു. ചെറുതും വലുതായിട്ട് ആൻഡ് ഇതിന്റെ ഒരു എക്സ്പെർട്ട് ആയി തീർന്നിരിക്കുകയാണ്, അതിൽ പഠിച്ചു പിടിച്ചല്ലേ. ഈ ഒരു ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണ്? നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മേജർ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി ഒരു വളരെ പ്രൈസ് സെൻസിറ്റീവ് ആണ്. സോ നമ്മളൊരു കോട്ട് റേസ് ചെയ്ത് ഒരു ക്ലയൻറ്റിനെ അയക്കുമ്പോൾ ദർ വിൽ ഓൾവേസ് ബി എ കമ്പാരിസൺ, യുനോ. എന്നിട്ട് കമ്പാരിസൺ മാത്രമല്ല, ക്ലയൻറ്റ് ഡസ് നോട്ട് റിയലൈസ് ദറ്റ് ഈ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് ദേ ഷുഡ് മേക്ക്, എന്താ പറയുക, അതൊരു ഡിഫറെൻ്റ് ആണെന്നുള്ളത് റിയലൈസ് ചെയ്യുന്നില്ല. നമ്മളൊരു സെറ്റ് ഓഫ് എലിമെൻറ്റ്സ് എടുക്കണു, വേറൊരു സെറ്റ് ഓഫ് എലിമെൻറ്റ്സ് അവർ പറയുന്നു, വേറൊരാൾ പറയണു ഇത് നമുക്ക് ഇതിനും കുറവിൽ ചെയ്യാലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ഒരു ഔട്ട്പുട്ട് വരുമ്പോൾ അത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, യുനോ. ആൻഡ് ക്ലയൻറ്റിനെ സംബന്ധിച്ച് ആ ഒരു ദിവസം പിന്നീട് വരില്ല. അത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു ഇവൻ്റ് ആണല്ലോ അവർക്ക്. അപ്പോൾ ആ ഒരു പ്രൈസ് സെൻസിറ്റീവ് ആണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ശാപനം. അവിടെയാണ് അടുത്ത ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുകയാണ്. ഈ വെഡിങ് ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു സദ്യക്ക് പോകുന്നു, അവിടെ പോയി സദ്യ കൊണ്ടുവന്നു. ഒരു ക്രിസ്ത്യൻ വെഡിങ് ആണെങ്കിൽ നല്ല ബിരിയാണി നല്ല ഫുഡൊക്കെ കിട്ടും എന്ന് പറഞ്ഞു പോകുന്നു. ഒരു മുസ്ലിം വെഡിങ് ആണെങ്കിൽ അവിടെ ഉറപ്പാണ് പത്തിരിയും കോഴിക്കറിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മാറി, ഇന്ന് ശൈലി മാറി. ഇത് ഒരു വളരെ വലിയ ഫംഗ്ഷനായി. ഒരു വെഡിങ് പ്ലാനറുടെ ആവശ്യം ഇന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തിനാണ് ഒരു വെഡിങ് പ്ലാനർ, എന്തിനാണ് ഒരു ഇവൻറ്റ് മാനേജർ. ബിക്കോസ് പക്ഷേ അവർ ഒരു ഇവൻറ്റ് മാനേജറിനെയോ അല്ലെങ്കിൽ ഒരു വെഡിങ് പ്ലാനറിനെ ഹയർ ചെയ്യുമ്പോൾ അതിനുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാകും. ബിക്കോസ് ഈ ഒരു ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആണെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് റീടേക്ക് ചെയ്യാം. പക്ഷേ ഒരു ഇവൻറ്റോ ഒരു വെഡിങ് ആണെങ്കിൽ അതിൻ്റെ റീടേക്ക് ഇല്ല. ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞെങ്കിൽ അത് കഴിഞ്ഞു അവിടെ, യുനോ. ഒരു പോപ്പർ പൊട്ടിയില്ലെങ്കിൽ അത് പൊട്ടിയില്ല. എന്തെങ്കിലും കത്തിയില്ലെങ്കിൽ 5 മിനിറ്റ് അവിടെ ആൾക്കാർ നോക്കി നിൽക്കുകയാണ്, ചിരിക്കുകയാണ്. ആ ഒരു ലാഗ് വന്നാൽ ലാഗ് വന്നു. അപ്പോൾ ആ ഒരു ലാഗ് വരാണ്ടും ഒരു ഗ്ലിച്ചസ് വരാണ്ടും അത് സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ യു റിക്വയർ ആൻ ഇവന്റ് മാനേജർ ഓർ എ വെഡിങ് പ്ലാനർ. അപ്പോൾ ആ വെഡിങ് എന്ന് പറയുമ്പോൾ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെവിടെയെങ്കിലും ഒരു ചായ കുടിക്കുന്ന, ഇന്ന് 25 തരം ചായ തീർന്നില്ലോ. എൻട്രിയിൽ ഡാൻസ് ആണ്, അതിനിടയിൽ ഫ്രണ്ട്സ് വന്നൊരു ഫ്ലാഷ് മോബ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇവന്റ്സിൽ? എത്ര ആൾക്കാരെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? ആക്ച്വലി n നമ്പർ ഓഫ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആക്ച്വലി ലിമിറ്റ് ഇല്ല. ബിക്കോസ് ക്ലയൻറ്റ് എന്താ ആവശ്യപ്പെടുന്നു അതിനനുസരിച്ച് നമ്മൾ റെഡിയാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇറ്റ്സ് ആക്ച്വലി ആൻ എക്സ്പീരിയൻസ് നൗ ഡേയ്സ്. അതൊരു വരുന്ന ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യാറ്. അപ്പം പണ്ടത്തെ കാലത്തായിരുന്നു നമുക്ക് റിലേറ്റീവ്സ് വന്ന് സെർവ് ചെയ്യണു, ഭക്ഷണത്തിന് അവിടെ നിൽക്കണു, അല്ലെങ്കിൽ ആൾക്കാർ സ്വീകരിക്കാൻ നിൽക്കണു, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കസിൻസ് ആണെങ്കിലും റിലേറ്റീവ്സ്, ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും അവർ ചിലപ്പോൾ പുറത്തായിരിക്കും, തലേദിവസമാണ് വന്ന് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അതും അവർക്ക് എൻജോയ് ചെയ്യണം മാക്സിമം.
ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു റോൾ വരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ആസ് എ ഫാമിലി മെമ്പർ വി കണ്ടക്ട് ദ ഇവന്റ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അതുകൊണ്ട് ഇന്ന് കളർഫുൾ ആണ്. കറക്റ്റ്. ആൾക്കാർ വരുന്ന എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ജോസും ഇതിലിപ്പോൾ ഒരു എക്സ്പേർട്ടായി. ജോസ്, ഒരു ക്ലയൻറ്റ് ഒരു വെഡ്ഡിങ് പ്ലാനറെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും? ഫസ്റ്റായിട്ട് അവരുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നോക്കണം. അവർ മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ഇവൻറ്റിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകും. രണ്ടാമത്തെ കാര്യം, ഒരു വെഡ്ഡിങ് പ്ലാനറും ഒരു ക്ലയൻറ്റും നമ്മളൊരു വെഡ്ഡിങ് ശരിക്കും പറഞ്ഞാൽ വെഡ്ഡിങ്ങിന് മുമ്പ് നടക്കുന്നുണ്ട്. അത് ഏതൊരു ഇവൻ്റ് ആണെങ്കിലും. കാരണം നമ്മുടെ വേവ് ലെങ്ത്സ് മാച്ച് ചെയ്യണം. അപ്പം ഞങ്ങൾക്കും അവർ കംഫർട്ടബിൾ ആണ്, അവർക്ക് ഞങ്ങളെയും കംഫർട്ടബിൾ ആണ്. കാരണം അവരുടെ ഡ്രീം നമ്മൾ റിയാലിറ്റി ആക്കി കൊണ്ടുവരാൻ നോക്കുകയാണ്. അവർക്ക് ചിലപ്പോൾ വൈൽഡ് ഡ്രീംസ് ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇന്ന കാര്യത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നൊരു മെറ്റീരിയൽ ഉപയോഗിക്കും, ഇന്നൊരു പ്രോബ്ലം. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യാനും ആസ് എ ഫ്രണ്ട് നമ്മളൊരു ഫാമിലി പോലെ ആവുകയാണ്. അപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്യാനും കൂടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് നന്നായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും ക്ലോസ്ലി ഒരു മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ആ പീരീഡ് മുഴുവൻ ഇൻട്രാക്ട് ചെയ്യാൻ പല ഞങ്ങളുടെ ക്ലയൻസും അതിനുശേഷം ഒരു ഫാമിലി പോലെയാണ്. അത് എനിക്ക് പറഞ്ഞാൽ മിക്കവർക്കും അങ്ങനെയായിരിക്കും. അവരൊക്കെ പിന്നീടും ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലായാലും നമ്മൾ വിളിക്കും, കുറേ നാളായാലും സംസാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു അടുപ്പം കൂടി എക്സ്പെർട്ടീസിനൊപ്പം തന്നെ നമുക്ക് പറ്റിയ നമ്മുടെ, കാരണം ആ ഒരു ഓപ്പൺനെസ് വരുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് റിവീൽ ചെയ്യാൻ തയ്യാറാവും. ബഡ്ജറ്റ് റിവീൽ ചെയ്താലാണ് നമുക്ക് വിചാരിച്ച പോലെ അത് ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു സ്റ്റേജ് ചോദിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഏറ്റവും നല്ല ഡിസൈനാവും കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാർ കാണിക്കാൻ പറഞ്ഞാൽ അവർ ബെൻസ് കാണിച്ചു കൊടുക്കും. പക്ഷേ ഇയാളുടെ ബഡ്ജറ്റ് ചിലപ്പോൾ മാരുതി സിയാസിനായിരിക്കും ഉണ്ടാകുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ്, ഈ റേഞ്ചിൽ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിലേക്ക് പറ്റുന്ന അവരുടെ കളർ കോമ്പിനേഷനും, അതിൽ ഫ്ലവർ ആണോ കൂടുതൽ വേണ്ടത്, അല്ല ലൈറ്റ് ആണോ വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ എപ്പോഴും അവരോട് റെഫറൻസസ് തരാൻ പറയും, ഇമേജസ് ആയിട്ടൊക്കെ. അത് വെച്ചിട്ട് നമ്മൾ അവരുടെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട്, ഞങ്ങൾ റിപ്പീറ്റഡ് സ്റ്റേജസ് ചെയ്യാൻ പരമാവധി ഇഷ്ടപ്പെടാത്തവരാണ്. ചിലപ്പോൾ ആ ഡിസൈൻ തന്നെ കഴിഞ്ഞിട്ട് നിർബന്ധിച്ചാൽ മാത്രമാണ് നമ്മൾ ആ സെയിം ഡിസൈൻ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരും. കാരണം അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ ഞാനത് എങ്ങനെയാണ് നടത്തുക എന്നുള്ളത്. കാരണം എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഇവിടെ കുറച്ചു മുമ്പ് ഇൻ്റർവ്യൂവിന് വന്ന ജോളി ആൻ്റണി സർ, അതെ, അദ്ദേഹം എൻ്റെ ക്ലയൻറ്റും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ ഹോളി കമ്മ്യൂണിയൻ ഞങ്ങൾ ബ്രദറിൻ്റെയും അതിൻ്റെ മക്കളുടെ ഹോളി കമ്മ്യൂണിയൻ നമ്മൾ ചെയ്തു. അപ്പോൾ അന്ന് പുള്ളി ദുബായിൽ നിന്ന് വന്നിട്ടുള്ളൂ. അന്ന് രാത്രി, പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഇവൻറ്റ്. അപ്പോൾ പുള്ളി എന്നോട് അന്ന് പറഞ്ഞ കാര്യം, ഞാൻ ഉറങ്ങാൻ പോവാണ്, കാരണം നീ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊന്ന് ഉറങ്ങാം. അത് ഒരു അർത്ഥത്തിൽ കോംപ്ലിമെൻ്റ് ആണ്, ഒരു അർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് ചലഞ്ചുമാണ്. കാരണം അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നത് ഉറങ്ങാൻ പോകുന്നത് എന്നെ വിശ്വസിച്ചു. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഉറക്കമുളച്ചിട്ട് അവർക്ക് വേണ്ടി നമ്മൾ അവിടെ നിലകൊള്ളും. അപ്പോൾ ഇറ്റ് ഈസ് അവരുടെ ഓൺ ബിഹാഫ് എല്ലാ കാര്യവും നോക്കി. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ എന്തിനാണ് ഒരു വെഡിങ് പ്ലാനർ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കുകയാണ്, ഗിവിങ് അവർ 100%. നിങ്ങൾ നിങ്ങളുടെ ആ ഫംഗ്ഷനിലേക്ക് നോക്കുക, അതിൻ്റെ ഭാഗമാവുക. ഈ ടെൻഷൻ ഒരു വെഡ്ഡിങ് പ്ലാനർക്കോ ഇവന്റ് മാനേജർക്കോ കൊടുത്തേക്കുക. അങ്ങനെയുള്ള ഒരാളെ വേണം കണ്ടുപിടിക്കാൻ, അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാളെ വേണം ഏൽപ്പിക്കാൻ. അതെ, തീർച്ചയായിട്ടും. നമുക്ക് നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ, ഇപ്പം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് കുറച്ച് എഡ്ജ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ സമയം മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ ഈ ഭാഗം നിങ്ങൾ ടെൻഷൻ അടിക്കാൻ, നിങ്ങൾക്ക് ഉപദേശങ്ങൾ കൊടുക്കാനും സാധിക്കും കസ്റ്റമർക്ക്. തീർച്ചയായിട്ടും. കാരണം ഈ ചില കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞപ്പോൾ ജനുവരിയിൽ എല്ലാവരും വിചാരിക്കും മഴയില്ലാത്തൊരു കാലഘട്ടമാണ്, നമുക്ക് ഔട്ട്ഡോർ പ്ലാൻ ചെയ്യാം. പക്ഷേ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് മാർച്ചിൽ വരെ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു പ്ലാൻ ബിക്കുള്ള ഒരു വെഡിങ് പ്ലാനർ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. കാരണം ഞങ്ങളത് ഈ അടുത്തൊരു മീറ്റിംഗിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചിന്തിച്ചു പോലും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ജനുവരി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷനേ ചെയ്തു. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അവസാനം ഞങ്ങൾ ഹൃദയം സിനിമയിലെ പോലെ അവസാനം ഒരു ഫോട്ടോഷൂട്ട്, കാരണം ഇവന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് 15 മിനിറ്റ് മുമ്പ് മഴ തുടങ്ങുകയാണ്. അത് നിൽക്കുന്നത് പിറ്റേ ദിവസമാണ് മഴ നിന്നത്. പക്ഷേ ആ ക്ലയൻറ്റ് മെയിൻ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭാഗ്യത്തിന് നമുക്കൊരു ഹാള് ബാക്കപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി പ്രോഗ്രാം നടത്തി അതിന് ശേഷം തിരിച്ചു വന്ന് മഴയത്ത് നിന്നിട്ട് അവർ ഫോട്ടോഷൂട്ടും ഹൃദയം മോഡലിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ പ്രാക്ടിക്കലി ഒരു ഇവന്റിനെ സംബന്ധിച്ച് ഫുഡും സൗണ്ടും ഒക്കെ അത് പങ്കെടുക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ആ ബാക്കപ്പ് പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടോ, അതിന് വീണ്ടും സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? ഇതൊക്കെ ഒരു വെഡിങ് പ്ലാനറോ ഇവന്റ് മാനേജറോ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്നത് വെച്ച് പോവും. അതെ, എല്ലാം നമ്മൾ യെസ് പറഞ്ഞു പോവും. ഞാൻ ആനിലേക്ക് തിരിച്ചു വരാം. ആൻ ഒരു ഓൺട്രപ്രണർ ആണ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ, യു ആർ എ വുമൺ ഓൺട്രപ്രണർ.
ഒരു സ്ത്രീകൾ ഈ സംരംഭത്തിലേക്ക് താങ്കൾ വളരെ നിരവധി വനിതാ സംരംഭകരുമായി ചേർന്ന് നിൽക്കുന്ന പല ഫോറത്തിലും ഉണ്ട്. കറക്റ്റ്. വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ട ഒരാളാണോ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, അതോ പുറത്തേക്ക് വന്ന് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ? യെസ്, ആബ്സല്യൂട്ട്ലി. ഒരിക്കലും വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാൾ അല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ബിക്കോസ് ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ട എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് ഒരു ആണിനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഈ സ്ത്രീകൾക്ക്, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേയും കൂടി ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട്, കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. അത് ഒരു ആണുങ്ങളുടെ ഒരു നെഗറ്റീവായിട്ടല്ല കേട്ടോ പറയണത്, പക്ഷേ സ്ത്രീകൾക്ക് പൊതുവെ ഒരു ഒരു സോഷ്യൽ, സ്ത്രീകളോട് മറുത്തു പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ ബന്ധം പെട്ടെന്ന് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഒരു സ്ത്രീ സംരംഭം തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാം. പക്ഷെ അതിൽ ഈ പറഞ്ഞോളം ഫാമിലി സപ്പോർട്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്കൊരു ബ്ലെസ്സിങ് ഉണ്ടായതെന്ന് വെച്ചാൽ എൻ്റെ ഇൻലോസ് സപ്പോർട്ടിങ് ആയിരുന്നു എന്നല്ല, എൻ്റെ ഇൻലോസ് വളരെ സപ്പോർട്ടിങ് ആണ്, എൻ്റെ പേരൻസ് വളരെ സപ്പോർട്ടിങ് ആണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഒരാളുടെ കൂടി സപ്പോർട്ട്, ഹസ്ബൻഡ് ഇസ് ഓൾവേസ് ദേർ. അല്ല, ഇതില് ഗോഡ്സ് ഗ്രേസ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കാര്യം വിട്ടുപോയത്, നമ്മളിത് തുടങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഈ കമ്പനിയുടെ ഇപ്പോഴും മാനേജിങ് പാർട്ണർ ആനാണ്. അപ്പോൾ ഈ കമ്പനി തുടങ്ങുമ്പോൾ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൽ തുടങ്ങാമെന്നാണ് ഞങ്ങൾ കരുതിയത്. എൻ്റെ പേരിലുള്ള കമ്പനിയായിട്ടാണ് ഞാനിതിനെ അന്വേഷണം ചെയ്തത്. ഞാൻ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ വേറൊരു കമ്പനി, ഇത് അതിന് വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ്, എന്ത് വേണമെങ്കിലും നാളെ സംഭവിക്കാം. നമുക്ക് അവിടെ ലാൻഡ് ഉണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആനും ഇനി എൻ്റെ മക്കൾക്കാണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ അതൊരു തടസ്സമുണ്ടാകും. കാരണം ഞാൻ നടത്തിയിരുന്ന ഒരു ബിസിനസ്സിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വരേണ്ട സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ വെൻഡേഴ്സിനും ക്ലയൻസിനൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻസിനെയും വെൻഡേഴ്സിനെയും എൻറ്റയർ സിസ്റ്റം, ഈവൻ്റെ അക്കൗണ്ട്സ്, എല്ലാ കാര്യങ്ങളിലും ആൻ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട് ഡീൽ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളിലും ആനെയാണ് നമ്മൾ ഫോർ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത്. തുടങ്ങിയത് ഒരുമിച്ചാണെങ്കിലും ആനാണ് മാനേജിങ് പാർട്ണർ. അതെ. അവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു ഹസ്ബൻഡും വൈഫും ചേർന്ന് ഒരു ബിസിനസ് നടത്തുമ്പോൾ ചാലഞ്ചസ് കൂടുതലാണ്. കാരണം ഈ പേഴ്സണൽ റിലേഷൻഷിപ്പും പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, ബിസിനസ് റിലേഷൻഷിപ്പും എല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആവാം. ഒരു റോൾ ക്ലാരിറ്റി ഉണ്ടോ? ഇതെങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുക? ഞങ്ങൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം എന്നോട് പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല, ഈ ഗോഡ്സ് ഗ്രേസിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഗോഡ്സ് ഗ്രേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പാർട്ട്നേഴ്സ് മാത്രമാണ്. അവിടെ ഒരു ദയയും ദാക്ഷിണ്യവും വിചാരിക്കേണ്ട. 1 രൂപയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യും. രണ്ടുപേർക്കും ചോദ്യം ചെയ്യാം. അവിടെ വീൽ റോൾ പ്ലേ ആസ് ദ പാർട്ട്നേഴ്സ്. ഈ മുറിക്കപ്പുറം നമ്മൾ ഹസ്ബൻഡും വൈഫാണ്. ഇനീഷ്യൽ കാലഘട്ടത്തിൽ അത് അത്രയും It was not easy. അത് ശരിക്കും പ്രത്യേകിച്ചും എൻ്റെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. ഒന്നെങ്കിൽ ഈ പറഞ്ഞ ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്, അങ്ങനത്തെ ബിസിനസ്സിൽ ആക്ച്വലി ആൾക്കാരില്ല എൻ്റെ ഫാമിലിയിൽ. അപ്പോൾ എനിക്ക് ഈ ഒരു ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. വിചാരിച്ചു എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇടയ്ക്ക് ആദ്യമൊക്കെ അങ്ങനെ തോന്നലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് സമയം ഇങ്ങനെ ആസ് ഇയേഴ്സ് പാസ്റ്റ് എനിക്ക് മനസ്സിലായി തുടങ്ങി, ദിസ് ഇസ് വാട്ട് ബിസിനസ് ഇസ് ഓൾ അബൌട്ട്. ബിസിനസ് ഇസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ആ ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേയും കൂടി എനിക്ക് എന്താ പറയാ, റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്തു. യെസ്. അവിടെയാണ്. അപ്പം നിങ്ങൾ എന്ത് മേഖലയാണ് വിധിച്ചെടുത്തിരിക്കുന്നത് ബിസിനസ്സിൽ? ഞാൻ ബേസിക്കലി കൂടുതലും മാർക്കറ്റിംഗ്, റിസർച്ച് അല്ലെങ്കിൽ ഡിസൈൻസ് കണ്ടെത്തുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഡേ ടു ഡേ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആണ്. യെസ്, ഇൻ ദ സെൻസ് എക്സിക്യൂഷൻ, ക്ലയൻറ്റ് ആയിട്ടുള്ള ഡീലിംഗ്, ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വെൻഡേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഡീലിംഗും ഞാൻ തന്നെയാണ്. ഈവൻ മാനേജർ അവിടെ നിന്ന് ചെയ്യുന്നത് ആനാണ്. ഞാൻ നമ്മുടെ ഈഗിൾ ബിസ്കോണിലേക്ക് വരാം. ഈഗിൾ എന്ന എൻ്റെ ഒരു 1600ഓളം പേരുള്ള ഒരു പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം കഴിഞ്ഞ 3 വർഷമായി എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു 1000 പേരെ കൊണ്ടുവന്ന് ഒരു വലിയ ഇവന്റ് കണ്ടക്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ വർഷം ഫ്ലോറ ഹോട്ടൽ കൊച്ചി നെടുമ്പാശ്ശേരി, 2ാം വർഷം സിയാൽ കൺവെൻഷൻ ഹാളിൽ, 3ാം വർഷവും സിയാൽ കൺവെൻഷൻ ഹാളിൽ. ഈ 3 പ്രോഗ്രാമും എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഗോഡ്സ് ഗ്രേസും ജോസും ആനുമാണ്. അപ്പോൾ ആദ്യത്തെ ഇവന്റ് ഞാൻ നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. അന്ന് ഞാൻ കണ്ടത്, ഐ കോൾഡ് ആൻഡ്
മൈ അയൺ ലേഡി എന്നാണ് പറഞ്ഞത്. ചിരിച്ചുകൊണ്ടാണ് അവിടെ ആ ഇവന്റിന്റെ ഇടയിൽ കൂളായിട്ട് നടന്നിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആദ്യത്തെ വർഷം ഞാൻ ഇൻവോൾവ് ആയി. കാരണം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനും ഇത് ആദ്യമായിട്ടാണ്. ആദ്യത്തെ വർഷം 625 സംരംഭകരെ വന്നത്, രണ്ടാമത്തെ വർഷം 842 മൂന്നാമത്തെ വർഷമായപ്പോൾ അത് 1026 പേരായി. അപ്പൊ ആദ്യത്തെ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ വന്ന സമയത്ത് നമ്മുടെ മേജർ സ്പോൺസേഴ്സിന്റെ എല്ലാം ലോഗോ ചെറുതും, അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ കോ സ്പോൺസേഴ്സിന്റെ ഒക്കെ ലോഗോ വലുതും. അത് കണ്ടുപിടിക്കുന്നത് രാത്രി 8:30 മണിക്ക് നമ്മുടെ തന്നെ ഒരു ഈഗിൾ വന്നിട്ടാ പറയുന്നത്, സാറേ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ എന്റെ കണ്ണ് തള്ളി എന്ന് പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ അടി എനിക്കാണല്ലോ കിട്ടുക എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നോക്കിയത്. രണ്ടുപേരും ചിരിച്ചിട്ട് സാറ് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് അത് സോൾവ് ആക്കി. രണ്ടാമത്തെ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, മൂന്നാമത്തെ വർഷം സിയാൽ കൺവെൻഷൻ ഹാളിൽ എത്തിയപ്പോഴേക്കും ലെവല് മാറി. വെളുപ്പിന് 2 മണിക്കാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്, നമ്മളെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എല്ലാം കൂടി സ്ട്രെച്ച് ചെയ്തിട്ടാണ് ആ സ്റ്റാൻഡിൽ അവിടെ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നോക്കി ചിരിച്ചിട്ട് ആനോട് ചിരിച്ചിട്ട് പറഞ്ഞു, ദാ ഒരു പണി കിട്ടിയിട്ടുണ്ട്, എന്താ മോളെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് പോയി. ഐ വോണ്ട് ആസ്ക് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ടു ആൻ. ആൻ എപ്പോഴും ഞാൻ ആ 3 വർഷം ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിരിച്ചുകൊണ്ട് ഇത് ചാലഞ്ചസ് അവസാന നിമിഷം വന്നാലും how do you sort it out and how do you smile when you have such a tension? ഒന്നാമത്തെ കാര്യം, നമ്മൾ കാമായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുക, ക്ലിയർ മൈൻഡായിട്ട്. ലൈക്ക് നമ്മൾ ടെൻഷൻ അടിച്ചാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ പാനിക്കായി പോകും ഫസ്റ്റ് തിങ്ക്. സോ ഓൾവേസ് വി മേക്ക് ഷുവർ ദാറ്റ് വി ആർ കാം, കമ്പോസ്ഡ്, സോ ദാറ്റ് ഒരു പ്രോബ്ലം എന്തായാലും വരും. വി ഓൾവേസ് എക്സ്പെക്ട്, ഇറ്റ്സ് ആൻ ഇവൻറ്റ്. ഇൻഡസ്ട്രിയിൽ എപ്പോഴും അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കാമായിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഈ ക്ലയൻറ്റിൻ്റെ വിശ്വാസം ഞങ്ങളിലാണ്, അല്ലേ? അപ്പം ഞങ്ങളെപ്പോഴും എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ക്ലയൻറ്റ്. അപ്പം ഞാൻ എപ്പോഴും കൂളായിട്ട് ഇരിക്കണം. സ്മൈലിംഗ് ആയാലാണ് അവരുടെ ടെൻഷൻ കുറയുള്ളൂ. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അത് സോൾവ് എങ്ങനെ ആവണമെന്ന് വെച്ചാൽ അതിൽ ഞങ്ങളുടെ 100% കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ there is always a divine presence. ദൈവത്തിന്റെ ഒരു കൈയുണ്ട്. അതാണ് ഗോഡ്സ് ഗ്രേസ്, ഞങ്ങൾ എപ്പോഴും പറയാം. എന്തൊക്കെ നമ്മൾ ചെയ്താലും അവസാനം മുകളിലിരിക്കുന്ന ഒരാളുടെ ഒരു ചെറിയ അനുഗ്രഹവും കൂടി, ഒരു കയ്യൊപ്പും കൂടി അവിടെ ഉണ്ടാവണം. അതാണ് നിങ്ങൾ ഗോഡ്സ് ഗ്രേസ്. ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവിയിൽ ഇപ്പോൾ കൂടുതലായിട്ടും കേരളം ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് സ്പേസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തുടങ്ങിയ കാലഘട്ടം മുതൽ ഞങ്ങൾക്ക് NRI ക്ലയൻസ് ഉണ്ട്. അവരായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ആ ഒരു മേഖല ഒന്ന് ടാപ്പ് ചെയ്താലോ എന്നുണ്ട്. പിന്നെ ഇവൻ്റ് ഇൻഡസ്ട്രീസ് വൈഡ് ഒരുപാട് സ്കോപ്പുകളുള്ളതാണ്. ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഒരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ളവരല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോന്നും കണ്ടും മനസ്സിലാക്കിയും പഠിച്ചും. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും നമുക്കും ബുദ്ധിമുട്ടാവരുത്, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ക്ലയൻറ്റിനും ബുദ്ധിമുട്ടാവരുത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ എത്തുമ്പോൾ ഓരോന്നും പതുക്കെ ചെയ്തു പോവാം എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോസും ആനും കഴിഞ്ഞ 5 വർഷമായിട്ട്, 5 അല്ല എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. 3 വർഷമായി എൻ്റെ ഇവൻറ്റ് മാനേജേഴ്സാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി നിങ്ങൾ രണ്ടുപേരും അറിയാം. നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കപ്പിൾസാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പണ്ട് കാർട്ടൂണിൽ കണ്ട ബോബനും മോളയെ പോലെയാണ് നിങ്ങൾ. രണ്ടുപേരും ഒരുമിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. എപ്പോൾ ആരെ വിളിച്ചാലും രണ്ടുപേരും കൂടി ഫോൺ എടുക്കും. ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ കാര്യം പറയാൻ വിളിച്ചത് ജോസിനെ ആണെങ്കിലും അപ്പൊ ഹാൻഡ് ഫ്രീ ഇട്ടിട്ടുണ്ട്. പണ്ട് ഏത് ഇവന്റിന്റെ കാര്യം സംസാരിക്കാൻ പറയുമ്പോഴെങ്കിലും ടിങ്കിൾ ഹാൻഡ് ഫ്രീ ഇട്ട് ഈ മനുഷ്യൻ കൂടി ഉണ്ടാവും അല്ലെ? അങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ചാണ്. അപ്പൊ ഈ യാത്രയിൽ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു ഇവന്റ് മാനേജറും വെഡിങ് പ്ലാനറുമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ എനിക്കൊരു മടി ഉണ്ടാവില്ല നിങ്ങളെ. കാരണം നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് പോലെ തന്നെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹവും 2 നല്ല മാലാക കുഞ്ഞുങ്ങളെയും തന്നിട്ടുണ്ട് അല്ലെ? നിങ്ങൾ കേട്ടു ജോസിന്റെയും ആന്റെയും മനോഹരമായ ഒരു കഥ. അവർ ചെറിയ രീതിയിൽ രണ്ടുപേരും തൊഴിൽ ചെയ്യുകയായിരുന്നു. ഈ തൊഴിൽ ചെയ്തതിന് ശേഷമാണ് അവർ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ഇതൊക്കെ ദൈവത്തിന്റെ വിളിയാണ്. സംരംഭം തുടങ്ങാനിരിക്കുന്നവർ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആ സമയമാവുമ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്ന് എഴുതിയിട്ടായിരിക്കില്ല വരിക. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതെന്താണെന്ന് മനസ്സിലാക്കി ചാടി വീഴുക എന്ന് മാത്രമാണ്. അവരൊരു സിനിമ കണ്ടപ്പോൾ തോന്നിയ, പൗലോ കോലോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കയ്യിലെത്തും എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവർക്ക് മുമ്പിൽ ഒരു കസിൻ ഒരു വെഡ്ഡിങ് പ്ലാനിങ് ചെയ്യാൻ ഏൽപ്പിക്കുന്നു. പക്ഷെ ഇന്ന്
അവരതിൽ ആത്മാർത്ഥമായി പരിശ്രമിച്ച് എൻ്റെ ഇവൻറ്റുകളിൽ ഞാൻ അവരുടെ പരിശ്രമം കണ്ടിട്ടുണ്ട്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കപ്പിൾസാണ് അവർ. ഒരു കാര്യം ഏറ്റെടുത്താൽ അവരത് പൂർണ്ണതയോടുകൂടി സന്തോഷത്തോടുകൂടി അത് ആ ഡെലിവറി ഔട്ട്പുട്ട് 100% അല്ല 110% ഇട്ടിട്ട് അത് ചെയ്യും. 3 ഇവൻറ്റും എൻ്റെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആത്മാർത്ഥം കൊണ്ട് മാത്രമാണ്. ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ, സംരംഭകരുണ്ടാവട്ടെ. അപ്പോൾ ഈ സംരംഭം ഇനിയും വളരട്ടെ, വലുതാവട്ടെ, നിരവധി ഇവൻസുകൾ നിങ്ങൾക്ക് ചെയ്യാറാവട്ടെ എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.